മഹാഭാരതം കഥാരൂപത്തിൽ ഭാഗം 2. ഗംഗാദേവി ഏൽപ്പിച്ചുപോയ കുമാരൻ കഴിവുറ്റ ഒരു യോദ്ധാവും ബുദ്ധിമാനും സത്യത്തിനും ധർമ്മത്തിനും വിലകൽപ്പിക്കുന്ന നല്ല ഒരു വ്യക്തിയും ആണ് എന്ന് മനസ്സിലാക്കി ശാന്തനു സന്തോഷിച്ചു. 16 വർഷം തന്നിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വന്നു. അവനെ ശാന്തനു തന്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ചു. ഒരിക്കൽ അയൽ രാജ്യമായ ശാൽവ രാജ്യം അപ്രതീക്ഷിതമായി ഹസ്തിനപുരി ആക്രമിക്കാൻ എത്തി. അടുത്ത കാലത്ത് നടന്നിരുന്ന യുദ്ധങ്ങൾ കാരണം ഹസ്തിനപുരിയുടെ സൈന്യം ദുർബലമായിരുന്നു എന്ന് മനസ്സിലാക്കിയാണ് അവർ അപ്രതീക്ഷിതമായ ഈ നീക്കം നടത്തിയത്. ഈ യുദ്ധം ജയിക്കാൻ നമ്മുടെ സൈന്യത്തിന് ആവില്ല എന്ന് മന്ത്രിമാർ ശാന്തനുവിനെ അറിയിച്ചു. തന്റെ രാജ്യം ശത്രുക്കൾ പിടിച്ചടക്കുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. പക്ഷേ ഈ അവസരത്തിൽ തന്റെ പിതാവിനെ സഹായിക്കേണ്ടത് തന്റെ കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കിയ ദേവവ്രതൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ സംരക്ഷിക്കും ഈ രാജ്യത്തെ. അച്ഛൻ ഒന്നും ഓർത്തു വിഷമിക്കേണ്ട കാര്യം ഇല്ല. പക്ഷേ അത് യുദ്ധം കണ്ടിട്ടില്ലാത്ത ഒരു ബാലന്റെ പൊള്ള വാഗ്ദാനമായി മാത്രമാണ് കൊട്ടാരത്തിലെ അംഗങ്ങൾ കണ്ടത്. ശാന്തനു തന്റെ മകൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന ആശങ്കയിലായി. പക്ഷേ ശൽവ രാജ്യത്തിന്റെ സൈന്യത്തെ ദേവവ്രതൻ ഒറ്റയ്ക്ക് നേരിട്ടു. അപ്രതീക്ഷിതമായ ആക്രമണത്തെ ചെറുക്കാൻ ഹസ്തിനപുരിക്ക് ശക്തിയില്ല എന്ന് വിചാരിച്ച ശത്രുക്കൾക്ക് തെറ്റി. ദേവവ്രതൻ തന്റെ ഗുരു പരശുരാമൻ പഠിപ്പിച്ച അസ്ത്രവിദ്യകൾ പ്രയോഗിച്ചു. ചിലർ അഗ്നിക്കിരയായി, ചിലരെ കൊടുംകാറ്റ് സൃഷ്ടിച്ചു ആണ് അവൻ നേരിട്ടത്. അനേകം പേർ അവന്റെ ശരവശമേറ്റ് മരിച്ചു വീണു. അങ്ങനെ ദേവവ്രതൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തു ശത്രു സൈന്യത്തെ തോൽപ്പിച്ചു. ഒടുവിൽ അഹങ്കാരത്തോടെ ആക്രമിക്കാൻ വന്ന് ശാൽവ രാജകുമാരൻ മാത്രമാണ് ശേഷിച്ചത്. രാജകുമാരനെ ബന്ധനസ്ഥനാക്കി ശാന്തനുവിന് മുൻപിൽ എത്തിച്ചു. ദേവവ്രതൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തു ജയിച്ച വിവരം കാട്ടുതീ പോലെ നാടെങ്ങും പരന്നു. കൊട്ടാരത്തിലെ മന്ത്രിയും മറ്റു ആളുകളും ശത്രുവിന്റെ മകൻ ശത്രു തന്നെയാണെന്നും അതുകൊണ്ട് ശൽവ രാജകുമാരൻ വധശിക്ഷ നൽകണം എന്നും പറഞ്ഞു. പക്ഷേ ദേവവ്രതൻ പറഞ്ഞത് ശത്രുക്കളെ കൊല്ലുന്നത് വഴി ശത്രുത അവസാനിക്കുകയില്ല എന്നും മറിച്ച് ശത്രുത വർദ്ധിക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് ശത്രുത അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ലത് ശത്രുവിനെ മിത്രമാക്കുന്നതാണ്. അതിനാൽ ശൽവ രാജകുമാരൻ മാപ്പ് നൽകി തിരിച്ചു അയക്കണമെന്നും ശൽവ രാജ്യവുമായി സൗഹൃദം സ്ഥാപിക്കണം എന്നും ആണ്. ശാന്തനു അപ്രകാരം തന്നെ ചെയ്തു. വർഷങ്ങൾക്കുശേഷം കുമാരാൻ ഒരു യുവാവായി മാറി. ശാന്തനു ദേവവ്രതനെ യുവരാജാവായി പ്രഖ്യാപിച്ചു. ഒരിക്കൽ യമുനാനദിയുടെ തീരത്ത് നായാട്ടിനു പോയ ശാന്തനു അവിടെ ദശരാജന്റെ പുത്രി സത്യവതിയെ കണ്ടു. അതിസുന്ദരിയായ അവളെ വിവാഹം കഴിച്ചു. മഹാറാണിയാക്കിയാൽ കൊള്ളാം എന്ന ആഗ്രഹം തോന്നി. ഉടൻ തന്നെ അവളോട് ശാന്തനു വിവാഹ അഭ്യർത്ഥന നടത്തി. അവളുടെ പിതാവ് സമ്മതിക്കുകയാണെങ്കിൽ അവൾക്കും സമ്മതം ആണെന്ന് അവൾ രാജാവിനോട് പറഞ്ഞു. ശാന്തനു വേഗം തന്നെ ദശരാജനെ ചെന്ന് കണ്ടു. തന്റെ ആഗ്രഹം അറിയിച്ചു. സത്യവതിയിൽ ഉണ്ടാകുന്ന പുത്രനെ ഹസ്തനപുരിയുടെ രാജാവാക്കാം എന്ന് ശാന്തനു വാക്ക് നൽകുകയാണെങ്കിൽ മാത്രമേ വിവാഹത്തിന് സമ്മതിക്കുകയുള്ളൂ എന്ന് ദശരാജൻ പറഞ്ഞു. ഹിന്ദുമതത്തിലെ സ്മൃതി ഗ്രന്ഥങ്ങളായി ബഹുമാനിക്കപ്പെടുന്ന പുരാതന ഇന്ത്യയിൽ 2 പ്രധാന സംസ്കൃത ഇതിഹാസങ്ങളിൽ ഒന്നാണ് ഉച്ചരിക്കപ്പെട്ട മഹാഭാരതം. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ സംഭവങ്ങളും ഫലങ്ങളും ദുരിതങ്ങളും പറയുന്ന കാവ്യം. നിങ്ങൾക്കായി ഞാൻ ലളിതമായി ചെറുകഥാരൂപത്തിൽ പറഞ്ഞുതരാം. മഹാഭാരതം മഹാകാവ്യം 2ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗവുമായി ഇനിയും കാണാം.